ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 31-ാം വാക്യം വായിക്കാം. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 21-ാം വാക്യം വായിക്കാം. ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു. പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്ന് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. അനേകം കഷ്ടങ്ങൾ കൂടി നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, നാം അനേകം കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ഒരു വാക്യം കൂടി വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. കഷ്ടമനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. പോയിന്റ് ചെയ്തിരിക്കുന്നത് കഷ്ടം അനുഭവിക്കാനാണ്. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ഭൂമിയിൽ നമുക്ക് കഷ്ടതകൾ വരുമ്പോൾ അപ്പോൾ നമുക്ക് പ്രയാസം തോന്നും. പക്ഷേ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ നന്ദി വരും, ദൈവത്തോട് നന്ദി വരും. എൻ്റെ ദൈവമേ, നീയാണല്ലോ ഈ കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചതെന്ന് നമുക്ക് മനസ്സിലാകും. ഈ ദുരിതത്തിൽ നിന്ന് കരയറ്റിയത് നീയാണല്ലോ എന്ന് മനസ്സിലാകും. ഇത്ര വലിയൊരു കഷ്ടത്തിൽ ഞാനായിട്ടും നീ എന്നെ സ്നേഹിച്ചല്ലോ, നീ എന്നെ രക്ഷിച്ചല്ലോ, നീ എൻ്റെ എളിയ പ്രാർത്ഥന നീ കൈക്കൊണ്ടല്ലോ എന്ന് നമുക്ക് നന്ദി വരും. ദൈവത്തിനെ സ്തുതിക്കാൻ തുടങ്ങും. നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, നാം കഷ്ടതയ്ക്കായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കഷ്ടത എന്നതാണ് ചിന്താവിഷയം. നിങ്ങൾ മനസ്സിൽ മറന്നു കളയരുത്. കഷ്ടത നമുക്കെല്ലാവർക്കും ഉണ്ട്. കഷ്ടതകൾ, മനസ്സിൻ്റെ കഷ്ടതകളുണ്ട്, ശരീരത്തിൻ്റെ കഷ്ടതകളുണ്ട്, ആത്മാവിൻ്റെ കഷ്ടതകളുണ്ട്. പലതരത്തിൽ നാം കഷ്ടങ്ങളിലാണ് വലഞ്ഞു പോകുന്നത്. നാം എല്ലാവരും ഓരോ വിധത്തിൽ. കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ ഏടുകൾ മറിച്ച് നോക്കുമ്പോൾ, ജീവചരിത്രത്തിൻ്റെ ഏടുകൾ ഓരോന്നോരോന്ന് നോക്കുമ്പോൾ കാണാം ഏതെല്ലാം കഷ്ടങ്ങളിൽ കൂടിയാണ് നാം ഇതുവരെ എത്തിയത്, ഏതെല്ലാം കടമ്പകൾ കടന്നാണ് ഇവിടെ എത്തിയത്, ഏതെല്ലാം വൈതരണികളെ അതിജീവിച്ചാണ് ഇതുവരെ എത്തിയത്. എത്രയോ ദുരിതങ്ങളിൽ കൂടി നാം കടന്നു പോകുന്നു. വലിയ യാതനകൾ കൂടെയും വേദനകൾ കൂടെയും പട്ടിണിയിൽ കൂടെയും പ്രയാസത്തിൽ കൂടെയും കടന്നു പോകുന്നു. നിങ്ങളോട് വളരെ ലളിതമായി ഞാൻ പറയട്ടെ, നിങ്ങളാരും ഒരു കാരണവശാലും നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമില്ല. യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുക. എപ്പോഴും ഹൃദയവാതിക്കൽ മുട്ടുന്ന ക്രിസ്തു എന്നും അങ്ങനെ മുട്ടിക്കൊണ്ട് നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം അവൻ്റെ കൃപയുടെ കാലം എപ്പോഴാണ് തീരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് കൃപാസനത്തിലിരിക്കുന്ന ക്രിസ്തു ന്യായാസനത്തിലേക്ക് മാറുന്നത് എപ്പോഴൊന്നും അറിഞ്ഞുകൂടാ. ഇന്ന് തുറന്നിരിക്കുന്ന പെട്ടകത്തിൻ്റെ വാതിൽ അടയുന്നപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. കൃപയുടെ പെട്ടകം തുറന്നു വെച്ചിരിക്കുകയാണ്. ആർക്കും കടന്നു വരാം, ആർക്കും പ്രവേശിക്കാം. എല്ലാവരെയും സ്നേഹത്തോടെ മാടി വിളിക്കുന്നു. പക്ഷേ ഈ പെട്ടകത്തിൻ്റെ വാതിൽ അടയും, ഒരു ദിവസം അടയും. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ ഈ പെട്ടകത്തിൻ്റെ വാതിൽ അടയ്ക്കും, പിന്നെ കടക്കാൻ സാധ്യമല്ല. ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോൾ തന്നെ സുപ്രസാദകാലം. ഈ നല്ല കാലത്ത് നാം നമ്മുടെ ഹൃദയം കർത്താവിന് കൊടുത്ത് ക്രിസ്തുവിനെ സ്വീകരിക്കാമെങ്കിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. 10 പൈസയും നിങ്ങൾക്ക് പോവുകയില്ല. നിങ്ങൾ പൈസ ആർക്കും കൊടുക്കുകയും വേണ്ട, അംഗത്വ ഫീസും കൊടുക്കണ്ട, ഒന്നും വേണ്ട. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒറ്റയ്ക്കൊരു കാര്യം മാത്രം ചെയ്താൽ മതി. ഈ പാപമയമായ ഹൃദയം ക്രിസ്തുവിനെ നിങ്ങൾ കൈമാറുക. പാപം നിറഞ്ഞ ഹൃദയം ക്രിസ്തുവിനെ നിങ്ങൾ വിട്ടുകൊടുക്കുക മാത്രം മതി, വേറൊന്നും വേണ്ട. ഇതുവരെയും പാപം ചെയ്തുകൊണ്ടിരുന്ന ഈ ശരീരത്തിൻ്റെ അവയവങ്ങൾ ഓരോന്നും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെ നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവേ, നീ രൂപാന്തരപ്പെടുത്തണമേ നിങ്ങൾ പ്രാർത്ഥിക്കുക. പാപങ്ങൾ ഓരോന്നോരോന്നായി കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു പുതിയ ജീവിതം നിങ്ങൾ തുടങ്ങുക, വേറെ ഒന്നും വേണ്ട. നിങ്ങളുടെ കുടുംബം സ്വർഗമായി തീരും, കുടുംബം ഐശ്വര്യമുള്ളതായി തീരും, കുടുംബ സമാധാനമുള്ളതായി തീരും, സന്തോഷ സമൃദ്ധിയുള്ളതായി തീരും. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് നൊമ്പരങ്ങൾ കർത്താവിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പറയണം, കർത്താവേ, എൻ്റെ കുടുംബത്തെ നീ ഒരു സ്വർഗമാക്കി തരണം. കുടുംബം സ്വർഗമാകണമെങ്കിൽ മകളെ നിൻ്റെ ഹൃദയം സ്വർഗമാകണം, മകനെ നിൻ്റെ ഹൃദയം സ്വർഗമാകണം. നിൻ്റെ ഹൃദയം സ്വർഗമാകണമെങ്കിൽ എന്ത് വേണം? അവിടെ യേശു വസിക്കണം. യേശു വസിക്കുന്നിടമാണ് സ്വർഗം. യേശു ഈ ഹൃദയത്തിൽ വസിക്കണം. ഇന്നവിടെ എന്തെല്ലാം ഉണ്ട്? അവിടെ വൈരാഗ്യമുണ്ട്, അവിടെ പകയുണ്ട്, അവിടെ വിദ്വേഷമുണ്ട്, അവിടെ അസൂയയുണ്ട്, അവിടെ അഹങ്കാരമുണ്ട്, അവിടെ സ്വയം മഹത്വമുണ്ട്, സ്വയം പ്രശംസയുണ്ട്, അവിടെ സ്വാർത്ഥതയുണ്ട്, അവിടെ സ്ഥാനമോഹമുണ്ട്, അവിടെ വഴക്കുണ്ട്, പിണക്കമുണ്ട്, വൈരാഗ്യമുണ്ട്, പ്രതികാര ചിന്തയുണ്ട്. എല്ലാ തിന്മയും കൊടികുത്തി വാഴുന്നു, അശുദ്ധിയും ഏറെയേറെയുണ്ട്. ഈ ഹൃദയത്തിലേക്ക് യേശു ക്രിസ്തു കടന്നു വരണം.
യേശു ക്രിസ്തു കടന്നു വരുന്നതിന് നിങ്ങൾ ഒരു ചിലവും ചെയ്യേണ്ട എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു ചിലവും ചെയ്യേണ്ട. ആർക്കും 10 പൈസ നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങളുടെ പൈസയോ നിങ്ങളുടെ ഭൂമിയോ ആർക്കും കൊടുക്കണ്ട. നിങ്ങൾ ഒറ്റയ്ക്കൊരു കാര്യം മാത്രം ചെയ്താൽ മതി. യേശുവേ, ഞാനൊരു പാവിയായ മനുഷ്യൻ, അത് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളത് തുറന്നു പറയണം. വേറെ ആരും കേൾക്കണ്ട. ഒറ്റയ്ക്ക് ഒരിടത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾ പറയണം, യേശുവേ, ഇതാ ഇവിടെ ഒരു പാവിയായ മനുഷ്യരിക്കുന്നു. എൻ്റെ കർത്താവേ, അരിഷ്ടനായ ഒരു മനുഷ്യനോട് ഇരിക്കുന്നു. തകർന്നു പോയൊരു മനുഷ്യനോട് ഇരിക്കുന്നു. നിൻ്റെ കൈപ്പണിയായ ഒരു മനുഷ്യനോട് ഇരിക്കുന്നു. നീ എന്നെ സൃഷ്ടിച്ചതല്ലേ യേശുവേ, നീ എനിക്ക് വേണ്ടിയല്ലേ ക്രൂസിൽ മരിച്ചത്? ഞാൻ കേൾക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഇപ്പോൾ നിൻ്റെ ആണിപ്പാടുള്ള കരം ഒന്ന് നീട്ടി എൻ്റെ അശുദ്ധമായ ശിരസിൽ ഒന്ന് തൊടണമേ. ചീത്ത വിചാരങ്ങളുള്ളതിന് ശിരസിൽ, അശുദ്ധ വികാരങ്ങളുള്ളതിന് ശിരസിൽ കർത്താവേ, നിൻ്റെ കരവും തൊടണമേ. നിൻ്റെ ആ പരിശുദ്ധ കരം എൻ്റെ തലമേലൊന്ന് വെക്കണമേ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പ്രിയപ്പെട്ടവരെ, അപ്പോൾ യേശുവിൻ്റെ ആ തിരുരക്തം ചൊരിയുന്ന കരം നിങ്ങളുടെ തലമേൽ വരും. അപ്പോൾ നിങ്ങൾ അനുഗ്രഹീതരായി തീരും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭാഗ്യകരമായ അനുഭവമാണത്. 17-ാമത്തെ വയസ്സിൽ എനിക്ക് കിട്ടിയ അനുഭവം അതാണ്. ഞാനന്ന് ഞങ്ങളുടെ പള്ളിയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു വാൾ കൊണ്ട് വെട്ടും പോലെ ചങ്കിലേക്ക് വെട്ടുന്നൊരു പോലെ ഒരു പ്രതീതി തോന്നി. എൻ്റെ ഹൃദയം കുത്തിത്തുളയ്ക്കുന്നത് പോലെ തോന്നി. ഹൃദയത്തിൽ വെട്ടേറ്റതുപോലെ തോന്നി. ഞാൻ അവിടെ പെട്ടെന്ന് തല താഴ്ത്തി. ആ ശബ്ദം കേട്ടുകൊണ്ടിരുന്നപ്പോൾ, വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എപ്പോഴോ തലപൊക്കി നോക്കിയപ്പോൾ ആ പ്രസംഗകൻ എൻ്റെ നേരെ വിരലിലുണ്ടെന്ന് പോലെ എനിക്ക് തോന്നി. ലാസറേ, പുറത്തു വരിക എന്ന് അദ്ദേഹം പറയുന്നു. എനിക്ക് ലാസറിൻ്റെ കഥയൊക്കെ എനിക്കറിയാം, ഞാൻ വേദവസം വായിക്കാറുണ്ട്. ലാസറേ, പുറത്തു വരിക എന്ന് പറയുന്നു. 4 ദിവസമായി ശവമടക്കിയിട്ട് ആ ശവശരീരം ജീർണിച്ചു തുടങ്ങി, ചീഞ്ഞു തുടങ്ങി, ദുർഗന്ധം വമിച്ചു തുടങ്ങി. അപ്പോഴാണ് യേശു വന്നത്. യേശു വന്ന് കല്ലറയ്ക്കൽ നിന്നു. കല്ല് നീക്കുകയെന്ന് പറഞ്ഞു. മാർത്ത പറഞ്ഞു, അയ്യോ കർത്താവ്, വേണ്ട, ഇപ്പോൾ കല്ല് നീക്കിയാൽ അവിടെ നിന്ന് ദുർഗന്ധം വരും, കല്ല് നീക്കുക എന്ന് കർത്താവ് പറഞ്ഞു. കല്ല് നീക്കുവിനെന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. കർത്താവ് ആ കല്ലറയ്ക്കുള്ളിലേക്ക് തല അങ്ങ് നീട്ടി പിടിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, ലാസറേ എന്ന് ഉറക്കെ വിളിച്ചു. ലാസറേ, പുറത്തു വരിക എന്ന്. ആ പ്രസംഗകൻ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ നേരെ വിരൽ ചൂണ്ടിന്ന് എനിക്ക് തോന്നിപ്പോയി. എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞു, മകനെ, നിന്നെ കർത്താവ് വിളിക്കുകയാണ് എന്ന്. കർത്താവ് പറഞ്ഞു, മകനെ, നിന്നെ വിളിക്കുകയാണ്. നിൻ്റെ ഹൃദയം ചീഞ്ഞിരിക്കുന്നു. നിൻ്റെ ഹൃദയം ദുർഗന്ധമുള്ളതാണ്. നീ പുറമേ പാവം ചെയ്യുന്നില്ലെങ്കിലും നിൻ്റെ അകത്ത് സകല തിന്മകളുമുണ്ട്. നിൻ്റെ അകത്ത് വൈരാഗ്യമുണ്ട്, പകയുണ്ട്, വിദ്വേഷമുണ്ട്. നിൻ്റെ അകത്ത് അനേകം ദുഷ്ട സ്വഭാവങ്ങളുണ്ട്. നിൻ്റെ കോപം, നിനക്ക് ഇതിന് അടക്കാൻ വയ്യാത്ത കോപമുണ്ട്. വലിയ ശുണ്ഠി പിടിക്കുന്നയാളാണ് നീ. കർത്താവ് എന്നോട് വ്യക്തമായി പറയാൻ തുടങ്ങി, വ്യക്തമായി സംസാരിക്കാൻ തുടങ്ങി. ഞാൻ സമ്മതിച്ചു, കർത്താവേ, ശരി, അത് ശരിയാണ്. പുറമേ ഭാഗ്യവശാൽ പാവത്തിലേക്ക് പോയില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റെന്ന് വെച്ചാൽ പ്രകടമായ തെറ്റുകൾ ചെയ്തിട്ടില്ല. പക്ഷേ അകത്ത് എല്ലാ തെറ്റും ഉണ്ടായിരുന്നു. എല്ലാ തെറ്റും, അശുദ്ധ ചിന്തകളുണ്ടായിരുന്നു, മലിന മോഹങ്ങളുണ്ടായിരുന്നു, വൃത്തികെട്ട സ്വഭാവമായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ അന്ന് രാത്രി ഞാൻ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്തു. കർത്താവേ, ഈ പാവിയായ മനുഷ്യനോട് കരുണ തോന്നണമേ എന്ന്. എൻ്റെ ദുർഗന്ധം വമിക്കുന്ന ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരുമോ എന്ന് ഞാൻ ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. ആകെ ഞാനൊരു വാക്ക് പിന്നെ പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കാര്യം ചെയ്യൂ. കർത്താവേ, അനേകം കഷ്ടങ്ങൾ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. എന്നാൽ ഈ കഷ്ടങ്ങളുടെ മധ്യത്തിൽ, കൊടുങ്കാറ്റുകളുടെ മധ്യത്തിൽ നല്ല തലയെടുപ്പോടെ നിൽപ്പാൻ നീ എനിക്ക് കൃപ തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്നുപോയ കഷ്ടതയുടെ കൊടുങ്കാറ്റ്, ദ ടെമ്പസ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കഷ്ടതയുടെ കൊടുങ്കാറ്റ്, ഡിസാസ്റ്റേഴ്സ്, അനർത്ഥങ്ങളുടെ കൊടുങ്കാറ്റ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ ഗീതം ഒന്ന് പാടാം. പ്രതികൂലത്തിൻ കാറ്റുകളാൽ. പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ, മശിഹാരാജൻ നിൻ കൂടെ ബോട്ടിൽ ഉണ്ടല്ലോ. മശിഹാരാജൻ നിൻ കൂടെ ബോട്ടിൽ ഉണ്ടല്ലോ. ഹൃദയത്തിൽ യേശു വസിച്ചാൽ പ്രതികൂലത്തിൻ്റെ കാറ്റടിച്ചാലും പതറേണ്ടി വരികയില്ല. പ്രതികൂലത്തിൻ്റെ കാറ്റുകളാൽ നീ ക്ഷീണിച്ചു പോകല്ലേ. പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ, മശിഹാരാജൻ നിൻ കൂടെ ബോട്ടിൽ ഉണ്ടല്ലോ. യേശു ക്രിസ്തു ഈ ബോട്ടിലുണ്ടെങ്കിൽ പ്രതികൂലത്തിൻ്റെ കാറ്റടിച്ചാലും ഭയപ്പെടേണ്ടി വരികയില്ല, വിഷമിക്കേണ്ടി വരികയില്ല. പ്രതികൂലത്തിൻ്റെ കാറ്റടിക്കുന്നു. ആ മക്കളെല്ലാവരും ഒരുമിച്ച് മരിച്ചു.
മാത്രമല്ല സ്വത്ത് അന്യർ വന്ന് അപഹരിച്ചുകൊണ്ട് പോയി. ശബായർ വന്ന് കഴുതകളെയും ഒട്ടകങ്ങളെയും എല്ലാം പിടിച്ചുകൊണ്ട് പോയി. വേലക്കാരെയെല്ലാം അപഹരിച്ചുകൊണ്ട് പോയി. വലിയ നഷ്ടമാണ് വന്നത്. തിരുത്താനാവാത്ത നഷ്ടം, നികത്താനാവാത്ത നഷ്ടമാണ് വന്നത്. യോബ് ഈ വലിയ കൊടുങ്കാറ്റേറ്റ്, ഈ അനർത്ഥങ്ങളുടെ കൊടുങ്കാറ്റേറ്റ്, ആപത്തുകളുടെ കൊടുങ്കാറ്റേറ്റ് വലയുന്നത് പോലെ ഇന്ന് കൊടുങ്കാറ്റേറ്റ് വലയുന്നവരാരെല്ലാം ഉണ്ട്. നമ്മുടെ കുടുംബത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് നാം പലരും വലഞ്ഞു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷേ എൻ്റെ കുടുംബത്തിൽ വന്നതുപോലുള്ള കൊടുങ്കാറ്റ് നിങ്ങൾക്കാർക്കും വന്നിട്ടുണ്ടാവില്ല. 5 മരണം നടന്ന കുടുംബമാണ് എൻ്റെ കുടുംബം. 5 മരണം. ഞാൻ ജനിച്ച് എനിക്ക് 1 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പൻ മരിച്ചു. 1 വയസ്സും 11 ദിവസവും പ്രായമുള്ളപ്പോൾ. കൈവിട്ട് നടക്കുകയില്ലായിരുന്നു, അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അപ്പൻ്റെ കട്ടിലിന് അരികത്തൂടെ പിടിച്ച് നടത്തും. അപ്പൻ മരിച്ചു കിടക്കുന്ന അറിയാൻ പാടില്ല. അപ്പൻ ഉറങ്ങിക്കിടക്കുകയാണെന്നാണ് വിചാരിച്ചത്. എന്നും ഉച്ച കഴിഞ്ഞ് അപ്പൻ ഉറങ്ങുമ്പോൾ ഞാൻ അപ്പൻ്റെ കൂടെ കിടക്കാറുണ്ട്, എന്നെ ചേർത്ത് കിടത്താറുണ്ട്. അതുകൊണ്ട് ഞാൻ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് കട്ടിലിന് ചുറ്റും പിടിച്ചുകൊണ്ട് നടന്നു അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ പറയും, ഭൂമിയിലെ അപ്പ എന്ന് വിളിച്ചെങ്കിലും അപ്പൻ കേട്ടില്ല. അപ്പൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയിരുന്നു. എന്നാൽ അപ്പ എന്ന് വിളിച്ച വിളി സ്വർഗത്തിലെ ദൈവം കേട്ടു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ആ വിളി കേട്ടു. ദൈവം ഒരു സമയത്ത് എന്നെ കയറി പിടിച്ചു. കർത്താവ് എത്ര നാളിൻ്റെ പിന്നാലെ നടന്നു എനിക്കറിയാൻ പാടില്ല. കർത്താവ് എത്രയോ എന്നെ പേർ വിളിച്ച് കാണും, എനിക്കറിയാൻ വയ്യ. പക്ഷേ ഒരു സമയത്ത് അന്ന് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഉയരത്തിൽ കൈ നീട്ടി എന്നെ പിടിച്ചു, ആ പെരുവെള്ളത്തിൽ നിന്നെ വലിച്ചെടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വേദപുസ്തക വാക്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് പറയുന്നത് വേദപുസ്തക വാക്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങളെ കർത്താവ് പിടിച്ച് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പാപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും അപകടത്തിൽ നിങ്ങളെ രക്ഷിക്കാൻ കർത്താവിനോട് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ യേശുവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരിക്കുന്നിടത്ത് യേശു വന്നിട്ടുണ്ട്. യേശുവിൻ്റെ അരികത്തുകൂടെ വന്ന് നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളറിയുന്നില്ല, എന്നാൽ സത്യം ഇതാണ്, നമ്മുടെ ഈ പുറമേയുള്ള കണ്ണുകൊണ്ട് കാണുന്നില്ല. പക്ഷേ യേശു നിങ്ങളുടെ അരികത്ത് നടക്കുമ്പോൾ യേശുവിൻ്റെ ആ തിരുവസ്ത്രത്തിൻ്റെ ആ തൊങ്ങൽ അങ്ങനെ ഞാന്ന് കിടക്കുന്നത് നിങ്ങളുടെ ദേഹത്ത് മുട്ടുന്നുണ്ട്. നിങ്ങളറിയുന്നില്ല. അറിഞ്ഞാൽ നിങ്ങളുടെ രോഗം മാറും, അറിഞ്ഞാൽ നിങ്ങളുടെ മനോവേദനകൾ മാറും, അറിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം മാറും. നിങ്ങളുടെ ശരീരത്തിൽ തൊട്ടി ഉരുമിക്കൊണ്ട് ആ തിരുവസ്ത്രത്തിൻ്റെ പട്ടുതൊങ്ങൽ തൊട്ടുരുമി നിങ്ങളെ തൊട്ടുകൊണ്ട് പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു മഹാഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പിശാചിനെ സഹിക്കുന്നില്ല. പിശാച് ഇങ്ങോട്ട് പോവല്ലേ എന്ന് പറയും. അതിന് പറ്റിയ ഏജൻറ്റുമാരെ അവരാക്കിയിട്ടുണ്ട് ഓരോ സ്ഥലത്തും. അതുകൊണ്ട് അങ്ങോട്ട് പോവല്ലേ എന്ന് പറയുന്നത് വേറെ എന്താണ്? മറ്റൊരു കാര്യവുമില്ല. നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചു പോകും, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. അതുകൊണ്ടാണ് പോവല്ലേ എന്ന് പറയുന്നത്. അത് മനുഷ്യൻ പറയുന്ന വാക്കല്ല, അത് പിശാച് പറയുന്ന വാക്കാണ്. സാത്താൻ പറയും, അയ്യോ അങ്ങോട്ട് പോവല്ലേ 2 തോണിയിൽ കാല് വയ്ക്കല്ലേ എന്നൊക്കെ പറയും. പേടിക്കണ്ട, നിങ്ങളതൊന്നും കേട്ട് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കർത്താവായ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു, യേശുവിനെ പിൻപറ്റി പോകുന്നു, നിങ്ങൾ യേശുവിനെ അനുസരിച്ച് പോകുന്നു, യേശുവിനെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നിങ്ങൾ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ ഏറി വന്നു. മാത്രമല്ല സമ്പത്തുകൾ അപഹരിക്കപ്പെട്ടു. ഇയ്യോബ് പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തോടുമാറാകട്ടെ. ഈ ഡിസാസ്റ്റേഴ്സ്, വലിയ ആപത്തുകളുടെ കൊടുങ്കാറ്റ്. ഈ കൊടുങ്കാറ്റുണ്ടാകാൻ കാരണം എന്താണ്? സാത്താൻ ദൈവത്തിനെ സ്നേഹിച്ചെന്ന് പറഞ്ഞു, ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞു. ദൈവമേ, നീ ആ ഇയ്യോബിനെ വേലി കെട്ടി കാക്കുകയല്ലേ, അതുകൊണ്ട് അവനൊരു കേടും വരാത്തത്. നീ ആ വേലി ഒന്ന് പൊളിച്ചു കളയൂ, കാണാം അവൻ നിന്നെ തള്ളിപ്പറയും. സാത്താൻ ദൈവത്തെ വെല്ലുവിളിച്ചു. എന്നും ദൈവമക്കളെ വെല്ലുവിളിക്കുന്ന പിശാചാണ്, ദൈവത്തെയും വെല്ലുവിളിക്കുന്ന പിശാചാണ്. അന്ത്യക്രിസ്തു വന്ന് നമ്മെ ഓരോരുത്തരെയും തകർക്കുവാനായി അവൻ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മെ കീഴടക്കാൻ വരും. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പ്രവർത്തനം ഇന്നും പലയിടത്തും നടക്കുന്നുണ്ട്. ചിലയിടത്ത് വിടുതൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് നടക്കുന്ന പ്രവർത്തനമുണ്ട്. ചിലയിടത്ത് മറ്റു ചില വ്യക്തിഗതമായ ഹീറോ വർഷിപ്പായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ ഒന്ന് ഞങ്ങളോട് പറയാം, നിങ്ങൾ ദൈവത്തിൻ്റെ വചനമെന്ന് ദൈവം പറയുന്നതെന്ന് കേട്ടുകൊണ്ട് എല്ലാവരുടെയും പിന്നെ പൊയ്ക്കളയരുത്, അബദ്ധം പറ്റരുത്. നിർമ്മല സുവിശേഷം എവിടെയുണ്ട്? നിർമ്മല സുവിശേഷം, നിർമ്മലമായ വചനം എവിടെയുണ്ട്? മറ്റൊരു സ്ഥാപി താല്പര്യമില്ലാതെ, 10 പൈസ വിരിക്കാതെ, ആരോട് പൈസ ചോദിക്കാതെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വേറെ യാതൊരു സ്ഥാപി താല്പര്യമില്ലാതെ അങ്ങനെ നടക്കുന്ന പോലെ സുവിശേഷ വിലയുണ്ടോ? നിങ്ങൾ ചേർന്ന് നിൽക്കൂ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വലിയ അത്യാഹിതങ്ങൾ സംഭവിച്ചു.
സാത്താൻ ഇയ്യോബിനെ കുറ്റം ചുമത്തിക്കൊണ്ട് നിന്നു. ദൈവം ഇയ്യോബിനെ തൊടുവാൻ സാത്താനെ അനുവദിച്ചു. അങ്ങനെ കൊടുങ്കാറ്റ് വന്നത്. സാത്താനാണ് കൊടുങ്കാറ്റ് കൊണ്ടുവന്നത്. ദൈവം അനുവദിക്കാതെ കൊണ്ടുവരികയില്ല, ദൈവം അനുവദിച്ചു. ദൈവത്തിനറിയാം ഇയ്യോബ് തളരുകയില്ല എന്ന്. ദൈവത്തിനറിയാം ദൈവത്തിൻ്റെ ദാസൻ ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയുകയില്ല എന്ന്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തുമാറാകട്ടെ. എന്നാൽ അതിനുശേഷം മറ്റൊരു കൊടുങ്കാറ്റ് വന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കൊടുങ്കാറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് ആപത്തുകളുടെയും അനർത്ഥങ്ങളുടെയും അത്യാഹിതങ്ങളുടെയും കൊടുങ്കാറ്റിൽപ്പെട്ട് കഴിയുന്നവരെല്ലാം ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ താങ്ങാനാവാത്ത ദുരിതം പിടിച്ച അനുഭവങ്ങളുള്ളവരാരെല്ലാം ഉണ്ട്. മക്കൾ നാശയോഗ്യമായ രീതിയിൽ ജീവിക്കുന്നവരാരെല്ലാം ഉണ്ട്. വലിയ അത്യാഹിതങ്ങൾ, വലിയ ആക്സിഡൻസ്, അപകടങ്ങൾ വന്നതുകൊണ്ട് ശരീരത്തിൽ ചില കേടുകൾ വന്നവരാരെല്ലാം ഉണ്ട്. മാറാരോഗം വന്നതുകൊണ്ട് വിതുമ്പി കഴിയുന്നവരാരെല്ലാം ഉണ്ട്. രോഗത്തിന് ചികിത്സയിലായി ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ഹോസ്പിറ്റലിൽ രോഗിയെ കിടത്തിയിട്ട് ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് പോകുന്നവരാരെല്ലാം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും പ്രിയപ്പെട്ടവർ കടന്നുപോയവരും ദുഃഖിച്ചിരിക്കുന്നവരാരെല്ലാം ഉണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവർ സ്വന്തം ഭർത്താവാകാം, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയാകാം, സ്വന്തം മക്കളാകാം, അല്ല അപ്പനോ അമ്മയോ ആകാം. നിങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ അപ്പനോ അമ്മയോ കടന്നുപോയതാകാം. നിങ്ങൾ അനാഥരായി തീർന്നതാകാം. ഞാൻ പറഞ്ഞല്ലോ 5 മരണം നടന്ന കുടുംബമാണെന്ന്. എനിക്ക് 1 വയസ്സും 15 ദിവസമുള്ളപ്പോൾ എൻ്റെ അപ്പൻ മരിച്ചു. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ എൻ്റെ ചേട്ടൻ മരിച്ചു. മരണത്തിൻ്റെ ഒരു ബാധ, അതൊരു പൈശാചിക ബാധയായിരുന്നു. മാത്രമല്ല, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മ പ്രസവിച്ച 3 കുഞ്ഞുങ്ങൾ അടിക്കടി മരിച്ചു പോയിരുന്നു. അങ്ങനെ 5 മരണം. ശാപഗ്രസ്തമായ കുടുംബമായിരുന്നു. എന്നാൽ കർത്താവിന് എന്നോട് കരുണ തോന്നി. കർത്താവ് എന്നെ പേർ ചൊല്ലി വിളിച്ചു. കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ഇന്ന് ഏകാഗികളായി ഒറ്റപ്പെട്ടിരിക്കുന്നവരെല്ലാം ഉണ്ട്. ഭർത്താവ് മരിച്ചു പോയതിൽ ദുഃഖിച്ചിരിക്കുന്നവരെല്ലാം ഉണ്ട്. ഭാര്യ വിട്ടുപോയതിൽ വേദനിച്ച് കഴിയുന്നവരെല്ലാം ഉണ്ട്. മക്കൾ ലഭിക്കാത്തതുകൊണ്ട് വേദനിച്ച് കഴിയുന്നവരെല്ലാം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയാം. അത്യാഹിതങ്ങളുടെ കൊടുങ്കാറ്റുകൾ ഏറിയേറി വരും. ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടേണ്ട. എല്ലാം കാണുന്ന ദൈവമുണ്ട്. ഇതിനെല്ലാം പരിഹാരം ദൈവം കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഭയപ്പെടേണ്ട. എല്ലാറ്റിൻ്റെയും പരിഹാരം ദൈവത്തിൻ്റെ പക്കലുണ്ട്. ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക്. പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ സ്വഭാവം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. ദുസ്വഭാവം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. കഞ്ചാവിൻ്റെ ശീലം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. മദ്യപാനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. പ്രിയപ്പെട്ടവരെ, ഈ തിന്മയോടും അശുദ്ധിയോടുള്ളതായി നിങ്ങളുടെ ചേർച്ച മാറാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ആഗ്രഹം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കൊടുങ്കാറ്റ് ജസ്റ്റ് ടെമ്പസ്റ്റ് ഓഫ് ഡിസീസസ്. രോഗങ്ങളുടെ കൊടുങ്കാറ്റാണ്. ടെമ്പസ്റ്റ് ഓഫ് ഡിസീസസ്. 1 ഡിസാസ്റ്റേഴ്സ്, 2 ഡിസീസസ്. 1 അത്യാഹിതങ്ങൾ, ആപത്തുകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ. 2 രോഗങ്ങൾ. സാത്താൻ പിന്നെയും ദൈവത്തിലേക്ക് ചെന്നു. സാത്താൻ പറഞ്ഞു, കർത്താവേ, ഇയ്യോബ് ഭക്തനായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവൻ്റെ മക്കളല്ലേ പോയുള്ളൂ, സ്വത്തല്ലേ പോയുള്ളൂ. അവന് നല്ല ആരോഗ്യമല്ലേ, നല്ല ആരോഗ്യമുള്ള ശരീരമല്ലേ. അവനെന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് അവൻ നിന്നെ തള്ളി പറയാത്തത്. ശരി, സമ്മതിച്ചിരിക്കുന്നു. അവൻ്റെ പ്രാണനെ നീ തുടരുത്, അവൻ്റെ ശരീരത്തിൽ വേണ്ടത് തൊട്ടുള്ളൂ. അങ്ങനെ ഇയ്യോബിൻ്റെ ഉള്ളങ്കാൽ മുതൽ നെറുകന്തല വരെ സാത്താൻ രോഗങ്ങളാൽ ഇയ്യോബിനെ ബാധിച്ചു. സാത്താൻ ദുഷ്ടനാണ്. അവൻ നശിപ്പിക്കുന്നവനാണ്. അവൻ അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വന്നവനാണ്. അവൻ മനുഷ്യനെ നശിപ്പിക്കാൻ നോക്കും. ഇയ്യോബിൻ്റെ ഉള്ളങ്കാൽ മുതൽ നെറുകന്തല വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. അങ്ങനെ വേദവസ്തം പറയുന്നത്, വല്ലാത്ത പരുക്കൾ. ദ ടെമ്പസ്റ്റ് ഓഫ് ഡിസീസസ്. കൊടുങ്കാറ്റാണ്, രോഗങ്ങളുടെ കൊടുങ്കാറ്റ്. ഇയ്യോബ് വലഞ്ഞുപോയി. എന്തുപറ്റി? ആസകലം വ്രണം നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് സഹിക്കാൻ വയ്യാത്തൊരു പ്രശ്നം വന്നത്. ഇറ്റ് വാസ് ദി ടെമ്പസ്റ്റ് ഓഫ് ലോൺലിനെസ്. ഇറ്റ് വാസ് ദ ടെമ്പസ്റ്റ് ഓഫ് ഡെസ്പെയർ. നിരാശയുടെ കൊടുങ്കാറ്റ്. അത് ഏകാന്തത്തിൻ്റെ കൊടുങ്കാറ്റ്. ഭാര്യ വന്ന് പറഞ്ഞു, നിങ്ങളിപ്പോഴും ഇനിയും ഈ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? കഷ്ടമല്ലേ? ദൈവം നിങ്ങൾ എത്ര ഭക്തനായിട്ട് ജീവിച്ചിട്ട് ഇതൊക്കെ വരുത്തിയില്ലേ? അതുകൊണ്ട് ദൈവത്തെ തള്ളിക്കളയുക. എന്നിട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യുക. എന്നിട്ട് ജീവിച്ചിരിക്കണം. ഇങ്ങനെ മക്കളും പോയി, എല്ലാം പോയി, ആകെ സ്വത്തും പോയി, പിന്നെ നിങ്ങളുടെ ശരീരം അതും പോയി. പിന്നെ അടുക്കളയ്ക്ക് വരാൻ എനിക്കാണെങ്കിൽ നാറ്റം വരുന്നു, മൂക്ക് പൊത്തിക്കൊണ്ടേ വരാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ ദൈവത്തെ തേച്ച് കളഞ്ഞ് മരിച്ചു കളയുക. ഇതിൽ പരം നിരാശകരമായ വാക്കെന്താണ് ഉള്ളത്? ഇറ്റ് വാസ് ദി ടെമ്പസ്റ്റ് ഓഫ് ഡിസ്പെയർ. നിരാശയുടെ കൊടുങ്കാറ്റ്. അപ്പോൾ ഇയ്യോബ് പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞാൻ ജനിക്കാതെ നിങ്ങൾക്കുള്ളായിരുന്നു. ഞാൻ ജനിച്ചു പോയല്ലോ. ഇതൊക്കെ സഹിക്കേണ്ടി വന്നല്ലോ, ഇതൊക്കെ വഹിക്കേണ്ടി വന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് ജന്മദിവസത്തെ ശപിച്ചു. ഞാൻ ജനിക്കാതെ
അമ്മയുടെ ഗർഭത്തിൽ വെച്ച് മരിച്ചുപോയെങ്കിൽ മതിയായിരുന്നു. ഞാൻ ജനിച്ച് ഇത്രയും കാലം ജീവിച്ചത് എന്തൊരു നഷ്ടമായിപ്പോയി. സഹോദരങ്ങളെ, ഇയ്യോബ് നിരാശയിലാണ്ടുപോയി. നിരാശയിലാണ്ടിരുന്ന ഇയ്യോബ്, ഒന്ന് ദ ടെമ്പസ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, അനർത്ഥങ്ങളുടെ കൊടുങ്കാറ്റ്. രണ്ട് ദ ടെമ്പസ്റ്റ് ഓഫ് ഡിസീസസ്, രോഗങ്ങളുടെ കൊടുങ്കാറ്റ്. മൂന്നാമത് ദ ടെമ്പസ്റ്റ് ഓഫ് ഡെസ്പെയർ, നിരാശയുടെ കൊടുങ്കാറ്റ്. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് വിഷമിച്ചു, വലഞ്ഞു. ഇയ്യോബിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പിന്നെ വേറൊരു നിരാശ ഒന്നുകൂടി വർദ്ധിച്ചു. ഇയ്യോബ് ആഗ്രഹിച്ചു. ഭാര്യ തള്ളിപ്പറഞ്ഞ് അവൾ പുറത്തു പോയി. അടുക്കളയ്ക്ക് വരാൻ പോലും തയ്യാറല്ല. മൂക്ക് പൊത്തിക്കൊണ്ട് മാറിപ്പോയി. കാരണം അവളെന്ന അശുദ്ധമായ ദുർഗന്ധമാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തു ചെയ്യും? അടുക്കാൻ വയ്യ. എന്നാൽ എനിക്ക് ആത്മീയ സ്നേഹിതന്മാർ 3 പേരുണ്ടല്ലോ, അവരൊന്നും വന്നിരുന്നെങ്കിൽ, കൂട്ടായ്മയുള്ളവരൊന്നും തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ. അവരാരും വരുന്നില്ലല്ലോ. അല്ലാത്തപ്പോൾ എനിക്ക് സമൃദ്ധിയും ഐശ്വര്യം ഉള്ളപ്പോഴും അവരൊക്കെ ഒന്നും വരും, പ്രാർത്ഥിക്കും, വലിയ സന്തോഷം, ആർപ്പോടെ സ്തുതിക്കും, കൈകൊട്ടി പാടും. പക്ഷേ ഇപ്പോഴും അത്യാവശ്യം ഒരു കാര്യം വന്നപ്പോൾ അവരെന്നെ വിട്ടുപോയല്ലോ. അവരെന്താ വരാത്തത്? അവരറിഞ്ഞില്ലായിരിക്കുമോ? അറിഞ്ഞു കാണും, തീർച്ചയായിട്ടും അറിഞ്ഞു കാണും. ഇയ്യോബ് എല്ലാവരും അറിയുന്ന ഒരാളാണ് താനും. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇയ്യോബ് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ശൂഹിനായ ബിൽദാദ്, നൈമത്തിനായ സോഫർ, തേമാനായ എലീഫസ്, ഇങ്ങനെ 3 പേരാണ് 3 സ്നേഹിതന്മാർ, കൂട്ടായ്മയുള്ളവർ. അവർ തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കി 7 ദിവസം കഴിഞ്ഞ്. ഇയ്യോബ് എപ്പോഴും ഗേറ്റിങ്ങിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അവരൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന്. വരുന്നില്ല. ദ ടെമ്പസ്റ്റ് ഓഫ് ലോൺലിനെസ്, ഏകാന്തതയുടെ കൊടുങ്കാറ്റ്. ഭാര്യ വിട്ടു, സ്നേഹിതന്മാരും വിട്ടു. ഏകനായിട്ടിരുന്ന് കരയുകയാണ്. ഏകാന്തത. ഈ ഏകാന്തത നിങ്ങൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? ഏകാന്തത, ജീവിതത്തിൽ ഏകാന്തത. എല്ലാം ഉണ്ട്, പക്ഷേ ഏകാന്തത. എല്ലാവരും ഉണ്ട്, പക്ഷേ ഏകാന്തത. വീട്ടിലുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, അമ്മയും അപ്പനുണ്ട്, ഒന്നിനും കുറവില്ല, സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, ജോലിയുണ്ട്, വരുമാനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഏകാന്തത. എൻ്റെ പ്രശ്നം കാണാൻ എനിക്ക് ആരുമില്ല, എൻ്റെ വേദന കാണാൻ എനിക്ക് ആരുമില്ല, എൻ്റെ ദുരിതം കാണാൻ എനിക്ക് ആരുമില്ല, എന്നോട് നല്ല വാക്ക് പറയാൻ എനിക്ക് ആരുമില്ല, എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. ഇങ്ങനെ 4 പാടും നോക്കിയിട്ടും ആശ്വാസത്തിന് വക കിട്ടാതെ വലയുന്നവരാരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, സ്നേഹിതന്മാർ തിരിഞ്ഞു നോക്കിയില്ല. അവർ ഏതാണ്ട് ഉപേക്ഷിച്ചതുപോലെയായി. പക്ഷേ 7 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വന്നു. പക്ഷേ they were silent for 7 days. 7 ദിവസത്തേക്ക് മൗനമായിരുന്നു, മിണ്ടിയില്ല. വന്നു എങ്കിലും മിണ്ടുന്നില്ല. വന്നു, ഒരു നല്ല വാക്ക് പറയുകയോ ഇരുന്നത് പ്രാർത്ഥിക്കുകയോ ഒരുമിച്ച് പാട്ട് പാടുകയോ ഒന്നും ചെയ്യുന്നില്ല. വന്നു, പക്ഷേ അവർ മിണ്ടിയില്ല. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ മനസ്സ് ഉഷ്ണിച്ചപ്പോൾ, മനസ്സ് വല്ലാതെ വാടിയപ്പോൾ, ഇയ്യോബ് വലഞ്ഞ് വിഷമിച്ച് ആകെ നിരാശയിൽ ആണ്ടുപോയപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇയ്യോബിനോട് സംസാരിക്കാൻ തുടങ്ങി. എങ്ങനെ? ചുഴലിക്കാറ്റിൽ. വീണ്ടും ഇതാ ഒരു ചുഴലിക്കാറ്റ്, വീണ്ടും ഒരു ചുഴലിക്കാറ്റ്. ദ ഡിവൈൻ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം ഒരു ചുഴലിക്കാറ്റ് പോലെ വരികയാണ്. ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ കാണാം. ചുഴലിക്കാറ്റ് പോലെ ഇതാ ദൈവത്തിൻ്റെ വചനം വരുന്നു. മുഴങ്ങുന്ന ശബ്ദത്തിലാണ് വചനം വരുന്നത്. നീ തർക്കിക്കുന്നുവോ എന്നാണ് ചോദിക്കുന്നത്. നീ ആരോട് തർക്കിക്കുന്നു? നീ ആരെ തള്ളി പറയുന്നു? നീ ഒരു നീതിമാനാണെന്ന് നീ നിനക്ക് തോന്നുന്നു. പക്ഷേ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ നീതിമാൻ എന്നുള്ളതായ നിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നീ ദൈവത്തെ നിഷേധിക്കുകയല്ലേ? നീ അറിയുന്നുണ്ടോ? നിന്നോട് ചോദിക്കട്ടെ, ഈ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിന്നോട് ചോദിക്കട്ടെ, മഹാനക്രം, വലിയ മുതല, വലിയ ചെങ്കണ്ണി, ജലജീവി, അതിനെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ആകാശ നക്ഷത്രങ്ങളിൽ മകയിര നക്ഷത്രത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? നീ ഹിമത്തിൻ്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? ദൈവം ഓരോന്ന് ചോദിക്കുകയാണ്. യോബിനൊന്നും മറുപടിയില്ല. ഇറ്റ് വാസ് ദി ടെമ്പസ്റ്റ് ഓഫ് ദ ഡിവൈൻ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്വർഗീയ വചനങ്ങൾ. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ സ്വർഗീയ വചനങ്ങളുടെ കൊടുങ്കാറ്റ് നിങ്ങളുടെ മേൽ അടിക്കട്ടെ എന്ന്. സ്വർഗീയ വചനങ്ങളുടെ കൊടുങ്കാറ്റ് നിങ്ങളുടെ മേൽ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു സമാധാനം കിട്ടും. ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ട്, നിങ്ങളുടെ പ്രയാസങ്ങൾ കണ്ട്, നിങ്ങളുടെ ദുരിതങ്ങൾ കണ്ട്, നിങ്ങളുടെ വേദനാംശങ്ങൾ കണ്ട് നിങ്ങൾക്കൊരു സമാധാനം തരുവാനായി ആ സ്വർഗത്തിൻ്റെ കൊടുങ്കാറ്റ് നിങ്ങളുടെ മേൽ അടിക്കുകയാണെങ്കിൽ, വചനമാകുന്ന കൊടുങ്കാറ്റ് നിങ്ങളുടെ മേൽ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ താഴെ വീഴും, നിങ്ങൾ തളരും. നിങ്ങൾ കർത്താവിനോട് പറയും, കർത്താവേ, വേറെ ആശ്രയമില്ല, എനിക്ക് വേറെ ആരും ആശ്രയമില്ല, യേശുവേ നീ മാത്രം എനിക്ക് ആശ്രയം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് പറയാമോ? നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുക്കാമോ? ജീവിതം അത്യന്തം മനോഹരമായി തീരും, അത്യന്തം ശ്രേഷ്ഠമായി തീരും. ഇതുവരെ വന്നതെല്ലാറ്റിനും പരിഹാരം വരും, സംശയിക്കേണ്ട. ഏത് ദുഷ്ട ജീവിതം നയിച്ചെങ്കിലും യേശുക്രിസ്തുവിൻ്റെ രക്തമെല്ലാം കഴുകിത്തരും.
എത്ര ഹീനമായി ജീവിതം നയിച്ചെങ്കിലും മ്ലേച്ഛമായി ജീവിതം നയിച്ചെങ്കിലും യേശു ക്രിസ്തു തിരുരക്തം എല്ലാം കഴുകിത്തരും. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം എല്ലാം കഴുകി നിങ്ങൾ വെടിപ്പാക്കും. ദൈവത്തിന് സ്തോത്രം. എല്ലാം മാറ്റിത്തരും, എല്ലാ പാപങ്ങളും കഴുകിത്തരും. വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു പാവവും ചെയ്യാത്തതിനെ പോലെ കർത്താവ് നിങ്ങളെ കാണുകയും നിങ്ങളുടെ പാവങ്ങളെല്ലാം തിരുരക്തത്തിൽ കഴിയുന്നതിന് ശേഷം ഒരു പാവവും ചെയ്യാത്തതിനെ പോലെ കർത്താവ് നിങ്ങൾ എണ്ണുകയും എന്നിട്ടോ നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുകയും ചെയ്യും. ഓർമ്മയുടെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരിലുള്ളതായ പാപങ്ങളെല്ലാം കർത്താവ് തൻ്റെ രക്തത്താൽ കഴുകിത്തരും. സ്തോത്രം. ഔരമില്ലാത്ത കുഞ്ഞ് അറുക്കപ്പെട്ടിരിക്കുന്നു. അവങ്കിലേക്ക് നിങ്ങൾക്ക് നോക്കാമോ? അവനിൽ നിങ്ങൾക്ക് ആശ്രയിക്കാമോ? അവനായി ജീവിതം വേർതിരിച്ച് കൊടുക്കാമോ? കർത്താവ്, ഇത്രയും കാലം ഞാൻ സുബോധമില്ലാത്തതിനെ പോലെ ഞാൻ ജീവിച്ചു. നിങ്ങൾക്ക് പറയാം, എൻ്റെ യേശുവേ, ഇത്രയും കാലം ഞാൻ പാഴാക്കി കളഞ്ഞു, നല്ല കാലങ്ങൾ പാഴാക്കി കളഞ്ഞു. കർത്താവേ, ഇനിയുള്ള കാലം എൻ്റെ യേശുവിനെ പ്രസാദിപ്പിച്ച്, യേശുവിനെ സ്നേഹിച്ച്, യേശുവിനെ സേവിച്ച്, എൻ്റെ യേശുവിനെ പാദസേവ ചെയ്ത്, എൻ്റെ യേശുവിൻ്റെ തിരുവചനമനുസരിച്ച് ജീവിച്ച് യേശുവിന് മഹത്വം കരയറ്റണം. ഇവിടെ കയറി വരികയെന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് പറന്നു വരണം. അത് അതിൻ്റെ അരിയിലേക്ക് പറന്നു വരണം. വരുമ്പോൾ നല്ലൊരു വിശ്വസ്തമായ ദാസനെ എന്നുള്ള ശബ്ദം എനിക്ക് കേൾക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അത് കേൾക്കാൻ? ആഗ്രഹമുണ്ടോ യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ആ ശബ്ദം കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിലിപ്പോൾ നിങ്ങളുടെ തലകളെ നിങ്ങൾക്ക് ഉണക്കാം, കണ്ണുകളെ നിങ്ങൾക്ക് അടയ്ക്കാം. നമുക്ക് ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കാം. കാരുണ്യവാനായി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണ്ണമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുക, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ കൃപയുടെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ നേരെ കൈ നീട്ടിക്കൊണ്ട് നിൽക്കുന്ന കർത്താവിനെ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിന് നാഥനായി സ്വീകരിച്ചുകൊണ്ട്, കർത്താവെ, ഞങ്ങൾ എഴുന്നേറ്റ് പോകട്ടെ, ഞങ്ങളോടുകൂടി ഇരിക്കണമേ, അന്ത്യം വരെ ഞങ്ങളെ കാക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലയിൽ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കർത്താവെ, സഭാഭേദം കൂടാതെ എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും ശ്രേഷ്ഠരായി എണ്ണുവാനും ഞങ്ങൾ കൃപ തരണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ, പരിപാലിക്കണമേ. നാഥ, അന്ത്യദിനത്തിലേക്ക് ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.